ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ താഴത്തേക്ക് പോകാൻ ഇറങ്ങിയതാണ്. അമ്മയും പിന്നെ നമ്മളുമാണ് പോകുന്നുള്ളത്. ഇങ്ങനെ എടുക്കും, ഒരിക്കൽ അങ്ങോട്ട് ഒരിക്കൽ ഇങ്ങോട്ട്. കുറേ ആയി താഴത്തേക്കൊക്കെ വന്നിട്ട്. അപ്പോൾ ഇന്ന് സംക്രാന്തി. അത് ഈ ഒരു പുലീനെ ഇവള് അത്ര ഇപ്പം അറിയാനാവുമ്പോൾ കണ്ടിട്ടില്ല. അപ്പോൾ കുറച്ച് സമയം ഇതിനെ കാണിച്ചു. തുലാഭാരം ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുന്നുള്ളതാണ്. ഇവൾ ആദ്യം ഈ ചേച്ചി കൈ കാണിക്കുമ്പോൾ പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറേ സമയം വീണ്ടും അവരിങ്ങനെ എടുക്കാൻ ശ്രമിക്കുമ്പോൾ ആൾ സെറ്റായി. അപ്പോൾ കുറേ സമയം ആ ചേച്ചിൻ്റെ കയ്യിലായിരുന്നു. അപ്പോൾ ഇവരുടെ തുലാഭാരമാണ് ഇന്നുള്ളത്. തിരുവത്താമനവര പാതാരവിന്ദಕ್ಕೆ ಗೋವಿಂದ ಹರಿ ಗೋವಿಂದ കിയാര കുറേ സമയം അതിനെ കൊട്ടിക്കൊണ്ടുണ്ടായിരുന്നു അവിടെ ഇരുന്നിട്ട്. പിന്നെ ഇപ്പോൾ ധ്രുവും കൊട്ടുന്നുണ്ട്. മുട്ടയാക്കിയത് ആരാ, അമ്മയാന്നൊക്കെ ചോദിക്കുന്നുള്ളതാണ്. അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചു എവിടെന്നാ മുട്ട അടിച്ച്, എന്തിനാ മുട്ട അടിച്ചെന്നൊക്കെ. ഇവൻ എടുത്തത് കൊണ്ട് കരയുന്നുള്ളതാണ് വെറുതെ. അപ്പോൾ അവൻ്റെ മുടിയൊക്കെ കണ്ടോ. മാവിനെ നോക്ക്, ഇത് മാവയും കരയുന്നുണ്ടാ. കാക്ക പാറി. അപ്പൊ ഞാൻ ഫുഡ് കഴിക്കാൻ ഇരുന്നതാണ്. അപ്പൊ കിയാരയ്ക്ക് അമ്മ ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ ഇവക്കാണെങ്കിൽ ചിരിയൊന്നുമില്ല. പിന്നെ ഇങ്ങനെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു. കാര്യമായിട്ട് എന്തോ ആലോചിക്കുന്നുണ്ട്. പിന്നെ അത് രണ്ടുപേരുടെയും കുറച്ച് ഫോട്ടോസും എടുത്തു. കിയാര പോവാണ്. അപ്പൊ അമ്മ ഒളിച്ചു നിന്നിട്ടുണ്ട്. അമ്മമ്മ അമ്മമ്മ പോയി. അമ്മമ്മക്ക് ടാറ്റാക്ക. അമ്മമ്മ എടുത്തു. അമ്മമ്മ എടുത്തു. അതായില്ല വരുന്നേ. അമ്മമ്മ എടുത്തു. അതിന് ഒക്കെ വന്നിട്ട് എഴുന്നില്ലാന്ന് തോന്നുന്നു. അയ്യോ, എന്താണ് ഫോട്ടോ എടുക്കുമ്പോ ഫുൾ ആറ്റിറ്റ്യൂഡ്.
നമ്മൾ വരുന്ന വഴിക്കൊന്ന് സൂപ്പർ മാർക്കറ്റിൽ കയറിയതായിരുന്നു. അപ്പോൾ മോര് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് മോര് കുടിക്കുന്നതാണ്. അപ്പോൾ ഇവക്ക് വെറുതെ കൊടുത്ത് നോക്കിയതാണ് മോര്. അപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെയും പിന്നെയും ചോദിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് കൊടുത്തു. നല്ല തണുപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് കുറച്ച് സാധനവും ഇവളുടെ കയ്യിൽ ഈ ഒരു സ്നിക്കേഴ്സും കൊടുത്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ മിനിഞ്ഞാന്ന് ഞാൻ വരുമ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഇന്ന് എന്നെ നേരത്തെ വിളിച്ചിട്ടായിരുന്നു. ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് ആൾ വന്നതാണ്. അപ്പോൾ ഇതാണ് ജ്യോതിയക്ക. അപ്പോൾ എനിക്ക് ചോക്ലേറ്റ് കൊണ്ട് തന്നത് ഇവരായിരുന്നു മിനിഞ്ഞാന്ന്. അപ്പോൾ ഇവർ കുറച്ച് സമയം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നിവിടെ മഞ്ഞളുടെ അപ്പമായിരുന്നു ചായക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മെഹന്തി ഇടാൻ പ്ലാൻ ചെയ്തിരുന്ന സമയത്ത് അമ്മി ഏട്ടനെ വിളിച്ചിട്ട് മെഹന്തി കൊണ്ടുവരാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പപ്പയ്ക്ക് കേട്ടത് മെഹന്തി എന്നല്ല, മൈലാഞ്ചി എന്ന് പറഞ്ഞത് മഞ്ഞളെന്നാണ് കേട്ടത്. അപ്പോൾ അത് കേട്ട ഉടനെ തന്നെ പപ്പേൻ്റെ ഫ്രണ്ട് ഒരു ഡോക്ടറുണ്ട്, അവരെ വിളിച്ചിട്ട് മഞ്ഞളുടെ ഇല ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അവർ കൊണ്ടു കൊടുത്തതാണ്. അപ്പോൾ കൊണ്ടു കൊടുത്തിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ അത് ഇന്നാണ് ഉണ്ടാക്കിയത്. കയ്യിൽ പൂ കൊടുത്തതിൻ്റെ അവസ്ഥ കണ്ടോ? അതാ പൂവല്ലോ ഉതിർത്തത് പെണ്ണ്. വേറെ എന്ത് പണിയുള്ളത് അമ്മ? അപ്പോൾ ഈ ഒരു സംഭവം എന്താണെന്ന് മനസ്സിലായോ? അപ്പോൾ ഇതിനെ ഇവിടെ വെണ്ണ ബട്ടർ എന്ന് പറയും. ഒരു ടൈപ്പ് ഓഫ് റസ്ക്കാണ്, വെണ്ണ കൊണ്ട് ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പം നല്ല അടിപൊളി ടേസ്റ്റാണ്. എൻ്റെ ചൈൽഡ്ഹുഡ് ഫേവറേറ്റ് ഐറ്റം ആയിരുന്നു ഇതിങ്ങനെ പാലിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോഴും എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്ക് ഇത് കഴിക്കാറുണ്ട്. കുഞ്ഞുങ്ങൾക്കും ഇത് പണ്ടൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു, ഇപ്പോഴും കൊടുക്കാറുണ്ട്. അപ്പോൾ ഇവൾക്ക് ഒരു പ്രാവശ്യം ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ കൊടുക്കാൻ നോക്കണം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇതൊക്കെയാണ് ഇന്നെടുത്ത കുറച്ച് ഫോട്ടോസ്. അപ്പോൾ ഫോട്ടോസ് എങ്ങനെയുണ്ടെന്നും കൂടി കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.